കിണർ ഇടിഞ്ഞു താഴ്ന്നു. 100 വർഷം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മുളങ്കാടകം കുതിരപ്പന്തിയിൽ ജയറാംജിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടുകൂടിയാണ് സംഭവം. 50 അടി താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വീടിന്റെ തൊട്ടുമുന്നിലായിരുന്നു കിണർ സ്ഥിതി ചെയ്തിരുന്നത്. കിണറിന് സമീപത്തായി നിന്ന തെങ്ങും നിലംപതിച്ചു. വീടിന് മുന്നിലെ ചവിട്ടുപടിക്കും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:15 എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉള്ള കിണറിൽ അതിൻ്റെ അടുത്തുള്ളൊരു തെങ്ങിൻ്റെ മൂടും ഒരു ഭാഗം കിണറിൻ്റെ ഒരു ഭാഗവും ഇടിഞ്ഞ് താഴെപ്പോയി. എത്ര വർഷം പഴക്കമുള്ളത്? 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കിണറാണ്. ഞങ്ങളിവിടെ താമസമായിട്ട് 50 വർഷമായി. എന്ത് ഇടിഞ്ഞു തരാൻ കാരണം എന്താണെന്ന് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടറുകാർ വന്ന് പറഞ്ഞത് ഈർപ്പം, അതായത് മഴവെള്ളം അതുകൊണ്ട് തെങ്ങിൻ്റെ കൂട്ടി വെള്ളം കെട്ടി നിൽക്കുകയും ചുറ്റുമുള്ള ഭാഗത്ത് കിണറിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് വെള്ളം കെട്ടി നിന്ന് തെങ്ങിൻ്റെ വേര്, പിന്നെ ഈ കിണർ പൂശിയിട്ടില്ലായിരുന്നു. പൂശിയിട്ടെന്ന് പറഞ്ഞാൽ തൊടി ഇറക്കിയ കിണറല്ല, കിണർ കാലപ്പഴക്കമുള്ളതാണ്. അതിൻ്റെ സൈഡ് പൂശിയിട്ടില്ല. അപ്പോൾ വേര് ഇറങ്ങി വേരിൻ്റെ വെള്ളം സുഷിരം ഉണ്ടാകാൻ, കെട്ടിന് സുഷിരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗ്രൗണ്ട് വാട്ടറുകാർ പറഞ്ഞത്. വെട്ടുകല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച കിണറിന് സമീപത്ത് നിന്ന തെങ്ങിൻ തടത്തിൽ നിന്നും കിണറ്റിലേക്ക് ഇറങ്ങിയ മഴവെള്ളവും മുറ്റത്ത് കെട്ടിനിന്ന വെള്ളവും കിണറിലേക്ക് ഒലിച്ചിറങ്ങിയതാണ് കിണർ ഇടിഞ്ഞു താഴാൻ കാരണമെന്നാണ് സ്ഥലം സന്ദർശിച്ച ശേഷം ഭൂജല വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. വെട്ടുകല്ല് ഉപയോഗിച്ചുള്ള കിണറായിരുന്നു. വെട്ടുകല്ലിൻ്റെ കിണറാണ്. ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? തൊട്ടടുത്ത് തന്നെ ഇല്ല, വീടിനിപ്പം തൽക്കാലം പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഈ തെങ്ങിൻ്റെ വേര് അറ്റുപോയതുകൊണ്ട് അതിനടിയിൽ പോയ വേരുകൾക്ക് കണക്ഷൻ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.